രണ്ടാം അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്. ഇന്നലെ വലിയ റോഡ് ഷോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ ബേപ്പൂർ മണ്ഡലത്തിൽ ഇറങ്ങി ജനങ്ങളുമായൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫസ്റ്റ് പരിപാടികൾ എങ്ങനെയാണ് പറഞ്ഞത്? അല്ല, ഇന്നലെ തന്നെ വലിയ ആവേശമായിരുന്നു. മണ്ഡലം മുഴുവൻ പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ 10 മണിയായപ്പോഴും ഒരു ചെറിയ ഭാഗം മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. അത്രയ്ക്ക് ജനമായിരുന്നു, നിങ്ങളൊക്കെ കണ്ടാണല്ലോ. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഇനി പോകാനുണ്ട്. ഇന്നലെ അത് കഴിഞ്ഞ് രാത്രി വളരെ വൈകിയാണ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വളരെ വൈകിയാണ് ഇന്നലെ പിരിഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ പലയിടങ്ങളിലും പോയിരിക്കുകയാണ്. പൊതുവേ നല്ല അനുകൂലമാണ്. അനുകൂലം എന്ന് പറഞ്ഞാൽ വോട്ടർമാർ തന്നെ സ്വയം തെരഞ്ഞെടുപ്പിൻ്റെ LDF പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ നാട്ടിൽ നടന്ന വികസനം സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അവർ തിരിച്ചറിഞ്ഞു. അത് പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഈ വികസനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. എന്താണ് അതിലൊരു മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ മണ്ഡലത്തിൽ? അല്ല, ഈ മനുഷ്യർ വലിയൊരു ശതമാനവും എല്ലാ ദിവസവും റോഡിലിറങ്ങുന്നവരാണ്. അത് ഏത് മണ്ഡലത്തിലായാലും റോഡിലിറങ്ങുന്നവരാണ്. ബേപ്പൂർ മണ്ഡലത്തിലുള്ളവരും റോഡിലിറങ്ങുന്നതാണ്. റോഡിന് വന്ന മാറ്റം അവർ കാണുന്നുണ്ട്. പുതിയ പാലങ്ങൾ പ്രവൃത്തി നടക്കുന്നതും പണി പൂർത്തീകരിച്ച് അവർ കാണുന്നുണ്ട്. പുതിയ ഹൈവേകൾ വരുന്നത് അവർ കാണുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിൽ മികച്ച കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നുണ്ട്. താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം, പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തിപ്പെടുന്നത് അവർ ജീവിതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പട്ടയം വിതരണം ചെയ്യുന്നതും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതും തുടങ്ങി ക്രമസമാധാനം ഭദ്രമാണ്, ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത 10 വർഷം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിന് ഗുണമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ദിവസവും സ്വന്തം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇറങ്ങുന്ന അനുഭവങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഞങ്ങൾക്കുള്ള അനുകൂല സാഹചര്യം. ആ അനുഭവത്തെ ആർക്കും തടയാൻ പറ്റില്ല. 1200 കോടിയുടെ വികസന പ്രവർത്തനം. അല്ല, നല്ല വികസനം ഇവിടെയും നടന്ന എല്ലായിടത്തും നടന്നു. ഈ വികസനം എന്നൊക്കെ പറഞ്ഞ് ആകാശത്ത് നിന്ന് ഇങ്ങനെ വീണതല്ല, താഴെത്തട്ടുന്ന് വന്ന അഭിപ്രായങ്ങളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ച് പോയപ്പോൾ ഓരോ മനുഷ്യനും ശ്രദ്ധയപ്പെടുത്തിയ കാര്യങ്ങളാണ് പിന്നീട് പദ്ധതിയായി നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായും ജനങ്ങൾ പറഞ്ഞ വികസനമാണ് നടന്നത്. ജനങ്ങളാണ് വികസനം നടത്തിയത്. ഉയരുന്ന മറ്റൊരു വിമർശനം ഈ റോഡും പാലങ്ങളും മാത്രമാണ് റിയാസ് ഉണ്ടാക്കുന്നത്, മറിച്ച് താഴെത്തട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അല്ല, ഒന്ന് അടിസ്ഥാന വികസനം നല്ല നിലയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് സാധാരണ മനുഷ്യർ യാത്ര ചെയ്യുന്ന തന്നെയാണല്ലോ റോഡ്. റോഡിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം യാത്ര ചെയ്യുന്നതല്ലല്ലോ റോഡ്. അതിനൊപ്പം അടിസ്ഥാന വികസനം, സർക്കാർ സ്കൂളിൽ വരുന്ന കുട്ടികൾ അവർ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാം. എല്ലാ വിഭാഗം ആളുകളുണ്ട്. നേരത്തെ UDF ഭരിക്കുമ്പോൾ അവർക്ക് വന്നുമ്പോൾ പാഠപുസ്തകമില്ല, ക്ലാസ് മുറി ചോരുന്നു. ഇന്നോ അന്ന് സർക്കാർ സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ ഇന്ന് കുട്ടികൾ കൂടി. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും മറ്റു തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ നിന്ന് ഹൈടെക് ക്ലാസ് മുറികളാണ്. സർക്കാർ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി നല്ല നിലയിൽ ഇപ്പോൾ കെട്ടിടം വന്നു, ആളുകൾക്ക് സൗകര്യമായി. ഇതൊക്കെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുണകരമാണ് എന്നുള്ളത് അറിയാം. പിന്നെ തീരദേശ മേഖലയിൽ നടന്ന വികസനങ്ങൾ ഞാൻ ഓരോന്നും എണ്ണി പറയുന്നില്ല, അതൊക്കെ ആളുകൾക്ക് അറിയാം, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. UDF ഭരിച്ച കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ മേഖലകളിലെ സ്ഥിതി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴും വലിയ തോതിൽ വ്യക്തി അധിക്ഷേപം നേരിട്ടൊരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് നേരിട്ടൊരു നേതാവ് കൂടിയാണ്. അതിനൊക്കെ എങ്ങനെയാണ്? അല്ല, വ്യക്തി അധിക്ഷേപങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ഗുസ്തി മത്സരമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ ആരോഗ്യകരമായ സംവാദമാണ്. ആ സംവാദത്തിൽ ശരിയേത് തെറ്റേതെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏതൊക്കെ രീതി ഉപയോഗിക്കണം, വ്യക്തി അധിക്ഷേപം വേണമോ വ്യക്തി ഹത്യ വേണമോ എന്നൊക്കെ നിശ്ചയിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, ഓരോ മുന്നണി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. ഇതിൽ ഈ രീതി, ഈ വ്യക്തി അധിക്ഷേപ രീതികൾ ശരിയാണോ തെറ്റാണോ, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. 2021 തെരഞ്ഞെടുപ്പിലും ഇവിടെ നല്ല നിലയിലുള്ള അസംബന്ധ പ്രചരണങ്ങൾ നടന്നതാണ്. പക്ഷേ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതിനൊക്കെ കൃത്യമായി വിലയിരുത്തി മറുപടി നൽകുന്നുണ്ട്. അധിക്ഷേപം എന്ന് പറയുമ്പോൾ താങ്കളുടെ UDF സ്ഥാനാർത്ഥി ഇവിടെയുള്ള PV അൻവർ, അദ്ദേഹം തന്നെയാണ് അതിന് മുമ്പിലുള്ളത്. അത്തരം കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് താങ്കൾക്കുള്ളത് അധിക്ഷേപം ആ രീതിയിലായിട്ടുള്ള ക്യാമ്പയിൻ അങ്ങനെ UDF കൊണ്ടുവരാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ കാണുന്നു. അല്ല, ഒന്നും UDF സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDFന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഇവിടെ സ്ഥാനാർത്ഥി ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആര് വേണം തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം UDF-നാണ്. ആരെ വേണമെങ്കിലും UDF-ന് തീരുമാനിക്കാം. തീർച്ചയായിട്ടും 2021 ലഭിച്ച 82,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് LDF-ന് ലഭിക്കും. ഇപ്പോൾ ഈ പഴയ ഈ ബേപ്പൂർ പഞ്ചായത്തിൽ മാത്രം വലിയ ലീഡാണ്, 12,000 ജില്ലാ വോട്ട് ലീഡ്. ഇവിടെ UDF 3-ാം സ്ഥാനത്താണ്, ഇവിടെ BJP ആണ് 2-ാം സ്ഥാനത്ത്. ഇവിടെ പ്രധാനമായും LDF കഴിഞ്ഞാൽ വോട്ട് വാങ്ങിയ BJP ആണ്, 3-ാം സ്ഥാനത്താണ് UDF. അപ്പോൾ അതൊക്കെ ജനങ്ങളിവിടെ പൊതുവേ മനസ്സിലാക്കി ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്നത് ഇടതുപക്ഷമാണ് എന്ന് പൊതുവേ കാണുന്നുണ്ട്. നല്ല ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിക്കും. 82,000-ൽ കൂടുതൽ വോട്ട് LDF-ന് ലഭിക്കും. ഒന്നാം പിണറായി സർക്കാർ വന്നു. ആ കാലത്ത് 21 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഒരു ഭരണ മികവ് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇവിടെ ആ നേതൃത്വത്തിലുള്ള സർക്കാർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പിണറായി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വോട്ട് പ്രത്യേകമായി തന്നെ കിട്ടുമോ? അങ്ങനെ അല്ല, ഒന്ന് CPI-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണയും മത്സരിച്ചത് സഖാവ് പിണറായിയാണ്. ഇത്തവണ സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച സമയത്ത് നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും എല്ലാ മാധ്യമങ്ങളും പിണറായി വിജയൻ നയിക്കുന്നു, അതുകൊണ്ട് ഗംഭീരം, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു എന്നാണ്. അങ്ങനെയല്ലല്ലോ പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സഖാവ് പിണറായി വിജയനെ തലക്കടിച്ചാലേ ഒരു മനുഷ്യനെ വീഴ്ത്താനാകൂ എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തലയായ പിണറായി വിജയനെ ആഞ്ഞടിക്കുകയായിരുന്നു, വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. പക്ഷേ ജനങ്ങൾ കൂടുതൽ വോട്ട് സീറ്റും നൽകി. ഇത്തവണയും കഴിഞ്ഞ തവണ പോലെ തന്നെ പിണറായി വിജയന് നേരെ വലിയ നിലയിലേക്കുള്ള അക്രമം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഇതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മികവില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിലും വലിയ ആക്ഷേപമായിരുന്നു പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ഭരണഘടന മുറുകെ പിടിക്കുന്ന നിലപാടുകൾ എടുക്കുന്നു. ഇന്ത്യയിൽ എവിടെയും കാണാത്ത നിലയിൽ നേറ്റിവിറ്റി കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. പൗരത്വ നിയമം പോലുള്ള ഭീഷണി നേരിടുന്ന സമയത്ത് നേറ്റിവിറ്റി എന്ന കാർഡെന്ന പരിച മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൗരത്വ വിജ്ഞാപനം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, വിജ്ഞാപനമിറക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്തൊക്കെ, അവിടെ എവിടെ ഇത് ചെയ്തിട്ടില്ല. അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർക്കുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ നിലയിലും ഇടതുപക്ഷം മതനിരപേക്ഷത മുറുകെ പിടിച്ച് നിലകൊള്ളുമെന്നും ജനങ്ങൾക്കറിയാം. പിണറായി വിജയനിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, LDF-ൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണത്തിൽ വ്യത്യസ്തമായി ഇത്തവണ ഇടതുപക്ഷ സഹയാത്രികരായ പലരും ഈ തുടർഭരണം വലിയൊരു പ്രശ്നമാണ് എന്നൊക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഒരു വ്യത്യസ്തമായ സാഹചര്യമല്ലേ? അല്ല, ഈ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ട് LDF-ന് ചെയ്യുന്നവരാണ്. അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നവരാണ്. പൊതുവെയുള്ള കാര്യങ്ങൾ പൊതുവെ സൂചിപ്പിച്ചു എന്നാണ്. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും പോയി ആളുകൾ പറയാനുള്ളത് കേട്ടു, തിരിച്ചു പറഞ്ഞു. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് പലതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവെ ജനങ്ങളാകെ ഇടതുപക്ഷ തുടർഭരണം ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെൻറ് ഇന്ന് കേരളത്തിലാണ്. കേരളം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ തലസ്ഥാനമാണ് കേരളം. ഇവിടെ നിന്നാണ് ഏറ്റവും അധികം പ്രതികരണങ്ങൾ വരുന്നത്. നേറ്റിവിറ്റി കാർഡ് എന്ന ബദൽ ഉയർന്നത് കേരളത്തിൽ നിന്നാണ്. പൗരത്വ വിജ്ഞാപനം നടപ്പിലാക്കില്ല എന്നുള്ള ശബ്ദമുയർന്നത് കേരളത്തിൽ നിന്നാണ്. പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്നുള്ള ശബ്ദമുയർന്നത് കേരളത്തിൽ നിന്നാണ്. സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റിയത് കേരളത്തിൽ നിന്നാണ്. സർക്കാർ ആശുപത്രികൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി പുതിയ കെട്ടിടങ്ങൾ വന്നത് കേരളത്തിൽ നിന്നാണ്. ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത നാടായി മാറിയത് ഈ കേരളമാണ്. അപ്പോൾ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ നഷ്ടപ്പെടരുത് എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വസ്തുത. അങ്ങനെ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കേരളത്തിന് ഇടതുഭരണം അങ്ങനെ വിലയിരുത്തുന്നു. കേരളത്തിന് നല്ലതാണ്. പക്ഷെ CPM-ന് അതിന് നേതാക്കന്മാരെ ഭരണത്തിന്റെ ആലസ്യത്തിൽപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഒക്കെ പലരും മുന്നോട്ട് വെക്കുന്നു. അതൊക്കെ കുപ്രചരണങ്ങളല്ലേ. ഇവിടെ കോൺഗ്രസ് വന്നാലാണോ ഈ നാടിന് ഗുണം? ഈ നാടിനെ കൊണ്ടുപോയി കിണറ്റിലെറിയുന്ന പണി ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആരും ചെയ്യില്ല. അത് അങ്ങനെയൊക്കെ ചില പ്രചരണം നടക്കുക, പ്രചരണം മാത്രമാണ്. കോൺഗ്രസ് UDF ഈ കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ എന്താവും കേരളത്തിന്റെ സ്ഥിതി? അങ്ങനെ ഒരു നാടായി കേരളത്തെ തള്ളിവിടണോ വേണ്ടയോ
എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കും, ജനങ്ങൾ കരുതുന്നു. ഇന്ന് വർഗീയ കലാപമില്ല, അത്തരം അപകടകരമായ സ്ഥിതിയില്ല. ഇത് കേരള ഇരുട്ടുന്ന വെളിച്ചത്തിലേക്കാണ്, ഇത് എല്ലാവർക്കും അറിയാം. ഭരണം അവസാനിക്കാൻ 26 ദിവസം കൂടിയേ ഉള്ളൂ എന്നാണ് സതീഷ്. പ്രതിപക്ഷ നേതാവുമ്പോൾ തീർച്ചയായിട്ടും അത് പറയണ്ടേ. അത് പറയാനുള്ള എല്ലാ അവകാശവും ജനാധിപത്യം അദ്ദേഹത്തിന് നൽകുന്നത്. ഇതിപ്പോൾ തുടങ്ങുന്നത് ഇവിടുത്തെ രക്തസാക്ഷി സ്തൂപങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബേപ്പൂരിൽ. രാവിലെയും കുറേ സ്ഥലങ്ങളിൽ പോയി, എല്ലായിടത്തും പോകുന്നുണ്ട്. തീർച്ചയായും ബേപ്പൂരിൽ ആദ്യ ദിവസം തന്നെ ലാൻഡിലിറങ്ങി കളത്തിലിറങ്ങി കഴിഞ്ഞു മുഹമ്മദ് റിയാസ്. വെല്ലുവിളികളുണ്ട്, പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ബേപ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിന്, കഴിഞ്ഞ തവണത്തെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് റിയാസ് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.